ഇതാണ്ട് വെട്ടിരുമ്പിന് വെട്ടി അടിച്ച് വെച്ചേക്കുന്നു. ഓക്കെ, അങ്ങനെ കോൺസെപ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഫോക്സും തിരിച്ച് സെറ്റാക്കി. പിന്നെ റേഡിയേറ്റർ ഇതാ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ മാക്സിമം ആണ് കേട്ടോ. നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടു കാണും ഇതിൽ എത്രത്തോളം ഫ്ലഡ്ജ് ഉണ്ടായിരുന്നുള്ളത്. കംപ്ലീറ്റ് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണലൊക്കെ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ക്ലച്ച് സൈഡ് ഇളക്കുകയാണ്. ക്ലച്ച് സൈഡ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഇളക്കി നോക്കിയിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഈ റേഡിയേറ്ററിൻ്റെ ഈ ഒരു ഫിൻസിൻ്റെ ഇല ഫുള്ള് നല്ല ചെളിയായിരുന്നു. കംപ്ലീറ്റ് മാക്സിമം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലാഷ് വെച്ച് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാണാമല്ലോ, നേരത്തെ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റില്ല. ആ രീതിയിലായിരുന്നു ഇതിൽ ചെളി ഉണ്ടായിരുന്നത്. മാക്സിമം ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഇളക്കാം. ഇതിൽ ഈ ഒരു ടൈപ്പ് ഓയിൽ ഫിൽറ്റർ ആണ് കേട്ടോ വരുന്നത്, നമ്മുടെ സൂപ്പർ ബൈക്സിലൊക്കെ വരുന്നവർക്ക്. ഇല്ല, ചെറുത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഓയിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുക്കാം. ട്രെയിനിനൊക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. R3 നിഞ്ച കണക്കാണ്. ഇതിന് സെപ്പറേറ്റ് ഓയിൽ സംഭവം സെപ്പറേറ്റ് ആണ്. ഫ്ലെക്സ് വേണമെന്നാണ് തോന്നുന്നത് കേട്ടോ. അതിലുള്ള മെറ്റൽ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് പിടിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും വെച്ച്. വാട്ടർ പമ്പിന്റെ ഇമ്പല്ലർ നമ്മൾ നോക്കി ഇതിനകത്തുള്ള സ്ലെഡ്ജ് ഇതൊക്കെ പ്രോപ്പർ ടൈമിൽ കൂളൻ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാതെ ഓടിയാണ് ഇങ്ങനെ ആവുന്നത്. ഇതിനകത്തിന് ഉണ്ട് കാണാൻ. KRM BMW എഴുതി ചെയ്യും. ഇതിന്റെ ആവശ്യം എഞ്ചിൻ ബേസ് പ്രൊട്ടക്ടർ അങ്ങനെ കേട്ടോ. ഓൾറെഡി ഒരുത്തൻ പണിഞ്ഞിട്ടുണ്ടാ. അങ്ങനെ അറിയാം. ഇതാണ്ട് വെട്ടിരുമ്പിന് വെട്ടി അടിച്ച് വെച്ചേക്കുന്നു. എങ്ങനെ പറ്റുണ്ടായിരുന്നു അതിന്റെ പാട് നോക്കി. ഇത് ലോക്ക് ചെയ്ത് വെക്കാനുള്ളതാണത്. പക്ഷെ ഇത് അടിച്ച് കുളമാക്കി വെച്ചേക്കുന്നു. വച്ചിട്ട് ചെറിയ രീതിക്കുള്ള ഇഷ്യൂ ഉണ്ട്. ബാക്കി അങ്ങോട്ട് ഇളക്കി നോക്കിയിട്ട് അറിയാം. കത്തലുണ്ട് കണ്ടേ. ഇതാണ് ഗിയർ ടൈറ്റ് കാണിക്കുന്ന റീസൺ ഇതൊക്കെയാണ്. ഇതിന്റെ ഓയിൽ പമ്പ് ഈ ടൈപ്പാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലച്ചിന്റെ ഇഷ്യൂ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന്റെ പ്രഷർ പ്ലേറ്റ്സിൽ നല്ല തേയ്മാനമുണ്ട്. ഇത് മാറണം. അപ്പൊ ഇത് മാറാൻ വേണ്ടി നമ്മളിപ്പോൾ TVS നോക്കിയപ്പോഴത്തേക്കും ഒരിടത്തും സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ഓർഡർ ചെയ്ത് ഇനിയിപ്പോൾ എത്ര ദിവസത്തിൽ എത്തുമെന്നുള്ള അറിയില്ല. അപ്പോൾ അത് വന്നിട്ടേ നമുക്ക് ഇതിന്റെ ബാക്കി ഇനി നമുക്ക് പരിപാടി തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇനി ഇതിന്റെ ബാക്കി മേളിലോട്ടുള്ള ഏരിയയും ബാക്കിയെല്ലാം തീർത്ത് വയ്ക്കുകയാണ് ആ ഒരു ടൈമിൽ. എന്നിട്ട് അത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ക്ലച്ച് കൊണ്ട് സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റെഡിയായി.